ഹലോ, ഒരു സ്പെഷ്യൽ സിനാരിയോ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് പോകണം, തീരെ സമയമില്ല, തിരക്കാണ്. അങ്ങനെ ഇരിക്കുമ്പം ഒരു EV വണ്ടിയായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. എല്ലാ ഡൗട്ടും മാറി കിട്ടും. നമ്മളിപ്പോൾ കൊല്ലങ്കോടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രാവലിൽ നമ്മൾ അത്യാവശ്യം 80 to 100 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് ഓടിക്കുന്നത്. സ്പോർട്സ് മോഡിൽ AC ഓൺ ആക്കി തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങളും നമ്മുടെ ചാർജ് എങ്ങനെ ഇറങ്ങി എറണാകുളം എത്തുന്നവരെ നിന്നോ എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുക. സോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടാറ്റ പഞ്ച് EVയുടെ ലോങ് റേഞ്ച് വേരിയൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് പ്ലസ് 40 ആണ് നമ്മുടെ മോഡൽ. നമ്മൾ 6:15 ഇതാ ഇപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് ഇന്ന് പാലക്കാടൊക്കെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. 98% ചാർജ് ഉണ്ട് വണ്ടിയിൽ. 4200 കിലോമീറ്ററാണ് സോഫാർ വണ്ടി ഓടിയിട്ടുള്ളത്. പാലക്കാട് എത്തിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനുണ്ട്. ഇന്നത്തെ ഹൈലൈറ്റ് സ്പീഡാണ് കേട്ടോ. നമ്മൾ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 59 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം വണ്ടിയിൽ 79% ചാർജ് ബാക്കിയുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് റോഡിലൊന്നും ഒട്ടും തിരക്കില്ല. ഞങ്ങൾ വിചാരിച്ചതിലും സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് കുതിരാൻ ടണൽ കഴിഞ്ഞ് നിൽക്കുകയാണ്. 25 കിലോമീറ്റേഴ്സും കൂടെ മുന്നോട്ട് പോയി 67% ചാർജ് ഉണ്ട്. അപ്പം നമ്മുടെ ഫാസ്റ്റസ്റ്റ് ജേർണി ഇതാ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പാലക്കാട് അധികം ദൂരമില്ല. സോഫാർ നമ്മൾ എറണാകുളത്ത് നിന്ന് 117 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഏകദേശം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പോകുന്ന ഹൈവേ ഡീവിയേറ്റ് ചെയ്തിട്ട് സർവീസ് റോഡിലേക്ക് കയറുന്നത്. ഇപ്പൊ വണ്ടിയിൽ 56% ചാർജ് ആണ് ബാക്കിയുള്ളത്. അപ്പൊ ശരിക്കും ഒരു EV കസ്റ്റമേഴ്സിന്റെ EVനെ പറ്റി ആലോചിക്കുമ്പോൾ ഉള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ ഓടിക്കുമ്പോൾ ചാർജ് ഭയങ്കര ഡ്രെയിൻ ഔട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു ടെൻഷനാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റിയൽ ലൈഫ് സിനാരിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന അതാണ്. 80 to 100 സ്പീഡിൽ നമ്മൾ എല്ലാം അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ത്രൂ ഔട്ട് ഹൈവേയിൽ. അതും സ്പോർട്സ് മോഡിൽ AC ഓൺ ആക്കിയിട്ടുണ്ടാണ്. അപ്പം മാക്സിമം ഡ്രെയിൻ ഔട്ട് ആവാനുള്ള ചാർജാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ പാലക്കാട് കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു 3-4 ഡെസ്റ്റിനേഷൻ കറങ്ങാനാണുള്ളത്. അത് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം. ഇപ്പോൾ കമ്പനി പറയുന്നത് 350 കിട്ടും എന്നാണല്ലോ. അപ്പം നമുക്ക് നോക്കാം റിയൽ സിനാരിയോയിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്. നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും ഓടിച്ചൊരു എക്സ്പീരിയൻസിൽ എന്താണ് ഒരു നെഗറ്റീവ് നോട്ട് ചെയ്തിട്ടുള്ളത്? യെസ്, അതിലിപ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ തന്നെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അത്യാവശ്യം സ്പീഡിലാണ് വണ്ടി പോകുന്നതെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ചാൽ പോലും കുറെ ടൈം കഴിഞ്ഞിട്ട് അത് ഇന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടുന്നില്ല അല്ലേ? കുറച്ചൊരു ബ്രേക്ക് കിട്ടും, പക്ഷെ ഒരു ഇത്തിരി കൂടെ മൂവ്മെന്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത്. സ്പീഡ് കൂടുമ്പോഴാണ് നോർമലി അങ്ങനത്തെ ഒരു ഇത്. നമ്മൾ സിറ്റി ഡ്രൈവിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സിറ്റി ഡ്രൈവിലില്ല. അതിന് ആക്ച്വലി ഒരു എക്സ്ട്രാ ടയർ ഇല്ല. കാര്യമാണ് അത്. ഞാനും ആലോചിച്ചായിരുന്നു. ഈ ഒരു സ്മാർട്ട് പ്ലസ് 40ക്ക് ആവശ്യമാണ്, അതൊരു ആവശ്യമാണ്. അതെ, നമ്മൾ പഞ്ചറായി കഴിഞ്ഞാൽ എയർ ഫില്ല് ചെയ്യാന്നുള്ളൊരു എക്യുപ്മെന്റ് അവർ തന്നിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഒരു ടയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ്? അപ്പൊ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇതിലൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ആക്ച്വലി നമുക്കത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം. അതെ, ഒരു 90 ഡിഗ്രി ആംഗിൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത് നല്ല എഫിഷ്യന്റ് ആയിട്ട് തോന്നി ആ ഒരു ഫെസിലിറ്റി. ഇപ്പൊ അത് മാത്രമല്ല, വണ്ടിയുടെ ഉള്ളിലത്തെ സ്പേസ് ആണെങ്കിലും ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ഗിയർ ബട്ട് ഇറ്റ് ഡസ് നോട്ട് നീഡ് എ ഗിയർ. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ്. അപ്പോൾ ഈ ഒരു 3 പോയിന്റ് പറഞ്ഞ് ക്രിസ്റ്റി നിർത്തുകയാണ്. വേണമെങ്കിൽ നമുക്ക് എണ്ണി പ്ലസ് ആൻഡ് മൈനസ് എടുക്കാം. പക്ഷെ കുറച്ചും കൂടെ ഓടിക്കട്ടെ. കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ ഇനി മേ ബി നമുക്കൊരു 10,000 കവർ ആകുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാൻ പറ്റും. ഇനി വണ്ടിയിൽ 37% ചാർജ് ബാക്കിയുണ്ട്. ടോട്ടൽ 114 കിലോമീറ്റർ ആണ് നമ്മൾ രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടതിന് ശേഷം ട്രാവൽ ചെയ്തത്. പാലക്കാട് എത്തിയതിനു ശേഷം അറൗണ്ട് 50 കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി കറങ്ങിയത്. ഇതെല്ലാം നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് ലാവിഷ് ആയിട്ട് ഓടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് എറണാകുളത്തേക്കാണ്. എറണാകുളത്തേക്ക് അറൗണ്ട് 135 കിലോമീറ്ററിൻ്റെ അടുത്താണ് കാണിക്കുന്നത്. സോ ഈ ബാക്കി നിൽക്കുന്ന 37% എത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോകുന്ന വഴിക്ക് ഹൈവേയിൽ എത്തുമ്പോൾ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചാർജിങ്ങിന് കയറ്റും എന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട ഓഫ് വീഡിയോ ഇതുവരെ സാറ്റിസ്ഫൈങ് ആണ്. കാരണം റിയൽ ലൈഫ് സിനാരി ആണല്ലോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് പോകണം തോന്നിയാൽ പോകാൻ പറ്റണം. ചാർജിങ്ങിനെ പറ്റി കൺസേൺ ആവണമെന്ന് വെച്ചാൽ വേണ്ട. അപ്പം നമ്മൾ ഒരു കാൽക്കുലേഷൻ ഇല്ലാണ്ട് ചാർജിങ്ങിനെ പറ്റി ചിന്തിക്കാണ്ടാണ് നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്നത്. സോഫാർ അടിപൊളിയായിട്ടുണ്ട്. ഇനി 37% ചാർജ് ബാക്കി നിൽക്കാൻ നമ്മൾ എറണാകുളത്തേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ പാലക്കാടിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഏകദേശം ഒരു 6 കൂടിയായി സമയം. നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. എറണാകുളം എത്തുന്നതിൻ്റെ വഴിയിൽ നമ്മൾ ചാർജിങ് എന്തായാലും ചെയ്യേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ബാക്കി പറയാം. പാലക്കാട് വയലുകൾ മാത്രമല്ല മസ്റ്റ് വിസിറ്റ് കള്ള് ഷോപ്പുകളും ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് അവിടെ നിന്നാണ്. ആ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലിടാം. അപ്പോൾ
കാണാൻ ഇഷ്ടമുള്ളവർ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EV വണ്ടി ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പഞ്ച് EV വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു കമന്റ് us what you think and Do follow us. നമ്മളിപ്പോൾ കൊല്ലങ്കോടിന്ന് 62 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഇതാ ഇപ്പം മണ്ണൂത്തിയിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 37% ആയിരുന്നു നമ്മൾ കൊല്ലങ്കോടിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പം വണ്ടിയിൽ 19% ചാർജ് ആയിട്ടുണ്ട്. നമ്മൾ മണ്ണൂത്തി വരെ എത്തി. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. എന്നാലും നമുക്ക് എന്തായാലും ഫുഡും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഇവിടെ നമ്മുടെ ആനന്ദഭവൻ റെസ്റ്റോറൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ 3 സിയോൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. സോ നമ്മൾ ഇവിടെ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി കയറ്റുകയാണ്. കുറച്ച് നേരം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം വരെ കയറ്റുള്ളൂ, പിന്നെ നേരെ കളമശ്ശേരി. അങ്ങനെ നമ്മൾ 286 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മൾ കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പം വണ്ടിയിൽ 42% ചാർജ് ബാക്കിയുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ മെയിൻലി ഇന്ന് നോക്കിയിരുന്നത് ഒരു റിയൽ ലൈഫ് സിനാരിയോ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ നമ്മുടെ പഞ്ചിൽ പോയിരിക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് ഒരു EV വെഹിക്കിളായിട്ട് നമുക്ക് ചാർജിങ്ങിനെ പറ്റി തീരെ ബോധറിയാതെ എന്നാൽ അത്യാവശ്യം സ്പീഡ് എടുത്ത് നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നല്ലോ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നമ്മുടെ ആൻസർ യെസ്, ഓഫ് കോഴ്സ് പറ്റുന്ന. കാരണം നമ്മൾ എറണാകുളത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാലക്കാട് എത്തുമ്പോൾ നമുക്ക് 56% ചാർജ് ബാക്കിയുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ പാലക്കാട് ഉൾഗ്രാമങ്ങളിലൂടെ അറൗണ്ട് ഒരു 50 കിലോമീറ്റേഴ്സ് ആണല്ലോ ട്രാവൽ ചെയ്തത്. തിരിച്ച് നമ്മൾ മണ്ണൂത്തി എത്തിയപ്പോഴാണ് നമുക്ക് 19% ഡ്രെയിൻ ഔട്ട് ആയത്. ഈ ത്രൂ ഔട്ട് ജേർണി നമ്മൾ 80 to 100 കിലോമീറ്റർ സ്പീഡിലാണ് ഡ്രൈവ് ചെയ്തത്. റീജനറേഷൻ യൂസ് ചെയ്തിട്ടില്ല, സ്പോർട്സ് മോഡിലായിരുന്നു, AC ഓൺ ആയിരുന്നു. ഇത്രയും ലാവിഷ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ 19% മണ്ണൂത്തി എത്തിയപ്പോൾ വന്നത്. ഓക്കെ, അപ്പം നോർമലി നമുക്ക് ഒരു അല്പം സ്പീഡ് എടുത്ത് പോകണമെങ്കിൽ വളരെ ഈസിയായി പറ്റും. പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചെന്താ വെച്ചാൽ ലാവിഷ് ആയിട്ട് EV ചാർജേഴ്സ് അവൈലബിൾ ആണ് സ്പോർട്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്ന് വെയിറ്റിംഗ് ചെയ്യണോ, അതിന് ഒരുപാട് സമയം എടുക്കുമോ, സമയം പോയിങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ഒരു ഡിന്നർ കഴിക്കുന്ന ടൈം കൊണ്ടാണ് നമുക്ക് ഈ 19 നേരെ 62ലേക്ക് നമുക്ക് ചാർജ് ആയത്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇന്നത്തെ ഈ ഹൈവേ റേഞ്ച് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള എൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈ സ്പീഡിൽ EV കാർ ഓടിച്ചാൽ അതിൻ്റെ ചാർജ് ഡ്രെയിൻ ഔട്ട് ആവുമോ എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ഡ്രെയിൻ ഔട്ട് ആവും. പക്ഷേ നമ്മളൊരു ഗ്രാജുവൽ ആക്സിലറേഷൻ കൊടുത്ത് ഒരു 100ൽ നമ്മൾ ത്രൂ ഔട്ട് പോവുകയാണെങ്കിൽ അത്ര സ്പീഡിലൊന്നും ഡ്രെയിൻ ഔട്ട് ആവില്ല. എന്നാൽ നമ്മൾ പുഷ് ചെയ്തൊരു ആക്സിലറേഷൻ കൊടുക്കുകയെന്ന് വിചാരിക്കുക, ഒരു 9 സെക്കൻഡിലൊക്കെ നേരെ 100ലേക്ക് എത്തിച്ചിട്ടുള്ള കൈൻഡ് ഓഫ് ഡ്രൈവിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ചാർജ് സ്പീഡിൽ ഇറങ്ങും. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ റീചാർജിങ് സ്പീഡിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മളൊരു EV കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചാർജിങ് കപ്പാസിറ്റി കൂടുതലുള്ള വെഹിക്കിൾ വാങ്ങാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടും. ഇന്നത്തെ ഈ ട്രിപ്പിൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ഞങ്ങളുടെ ചാർജ് കൺസംഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, 1% ചാർജിൽ ആവറേജ് ഒരു 3 കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. അതായത് ഓവറോൾ റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 280 to 290 ഇടയിലൊക്കെ നിൽക്കും എന്നാണ് ഞങ്ങളുടെ ഒരു കൺക്ലൂഷൻ. എന്നാൽ ഇതിന് മുമ്പ് നടത്തിയ ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിൽ നമുക്ക് 1% ഹൈവേസിൽ 3.5 കിലോമീറ്ററും എന്നാൽ ഹെയർ പിൻസ് കയറിയ സമയത്ത് 1% 1 കിലോമീറ്ററിൻ്റെ അടുത്തുമായിരുന്നു കിട്ടിയത്. ആ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ചെയ്ത ഈ ഹൈവേ ട്രിപ്പ് ആയാലും മുമ്പ് ചെയ്ത ഹൈ റേഞ്ച് ട്രിപ്പ് ആയാലും നമ്മൾ രണ്ടും സ്പോർട്സ് മോഡിലാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സിറ്റി മോഡിൽ ഒരു സിറ്റി ഡ്രൈവ് റേഞ്ച് ടെസ്റ്റ് വേണോ, ഞങ്ങൾ ചെയ്യണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. EV ഫാൻസ് അല്ലാത്തവർ പോലും ഇന്നത്തെ പെട്രോൾ വിലയിൽ EV വണ്ടി വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കാം, സ്വാഭാവികം. അങ്ങനെ ഇരിക്കുമ്പം ഇന്നത്തെ ഈ ട്രിപ്പ് ഞങ്ങൾ പഞ്ച് പെട്രോളിലാണ് പോയിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം 3360 രൂപയാണ് കേട്ടോ ഞങ്ങൾക്ക് ചിലവ് വരിക. എന്നാൽ ഇന്നത്തെ EV ട്രിപ്പിൽ പുറത്തുനിന്ന് ചാർജ് ചെയ്തതും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തതും എല്ലാം കൂട്ടിയാൽ പോലും ഞങ്ങൾക്ക് 500 രൂപേൻ്റെ ഉള്ളിലേ നിൽക്കുള്ളൂ. പിന്നൊരു കാര്യം, ഞങ്ങൾക്ക് 3 പേർക്ക് വേണമെങ്കിൽ ഇതേ ട്രിപ്പ് സീറോ കോസ്റ്റിലും പോയി വരായിരുന്നു. ഇപ്പം നമ്മുടെ KSRTC ഉണ്ടല്ലോ. സോ ഇന്നത്തെ ഈ ഹൈവേ റേഞ്ച് ടെസ്റ്റ് വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. സോ നിങ്ങൾ EV ലവേഴ്സ് ഉണ്ടാവാം, EV വെഹിക്കിൾസ് വാങ്ങണമെന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നവരും ഉണ്ടാവാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ പേജിൽ നോക്കാം. ഈ ട്രിപ്പിൻ്റെ തന്നെ മറ്റ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.
ഞങ്ങളുടെ മുന്നത്തെ റേഞ്ച് ടെസ്റ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ്സ് ഇട്ടതൊക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.